എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 25ാമത്തെ വീഡിയോയാണിത്. മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് സകല അധികാരവും ശക്തിയും കൊടുത്തത് ആരുടെ മേലാണ്? ഓപ്ഷൻ എ, പിശാച് ബാധിതരുടെ മേൽ. ബി, സകല പിശാചുക്കളുടെയും മേൽ. സി, പാപങ്ങളുടെയും രോഗങ്ങളുടെയും മേൽ. ഉത്തരം ഓപ്ഷൻ ബി, സകല പിശാചുക്കളുടെയും മേൽ. ചോദ്യം 2. യേശു ശിഷ്യന്മാരെ അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ എ, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ബി, ദൈവരാജ്യം പ്രസംഗിക്കാനും പിശാചുക്കളെ പുറത്താക്കാനും. സി, ദൈവരാജ്യം പ്രസംഗിക്കാനും പാപികളെ വിളിക്കാനും. ഉത്തരം ഓപ്ഷൻ എ, ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ചോദ്യം 3. താൻ അയച്ച ശിഷ്യന്മാർ മടങ്ങി വന്ന ശേഷം യേശു അവരെ ഏതു പട്ടണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഓപ്ഷൻ എ, ബേത് ഫഗെ. ബി, ബേത് സൈദ. സി, ജെറുസലേം. ഉത്തരം ഓപ്ഷൻ ബി, ബേത് സൈദ. ചോദ്യം 4. ലൂക്ക 9:20 അനുസരിച്ച് ഞാൻ ആരാണെന്ന യേശുവിന്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി എന്താണ്? ഓപ്ഷൻ എ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ബി, ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു. സി, ദൈവത്തിന്റെ ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ ക്രിസ്തു. ചോദ്യം 5. പൂരിപ്പിക്കുക. ഒരുവൻ ഡാഷിനെ കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഓപ്ഷൻ എ, എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ. ബി, മനുഷ്യപുത്രനെ കുറിച്ച്. സി, ദൈവാത്മാവിനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ, എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ. ചോദ്യം 6. യേശുവിന്റെ പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനത്തിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു രൂപാന്തരപ്പെടുന്നത്? ഓപ്ഷൻ എ, ഏകദേശം 10 ദിവസങ്ങൾ. ബി, ഏകദേശം 8 ദിവസങ്ങൾ. സി, 6 ദിവസങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, ഏകദേശം 8 ദിവസങ്ങൾ. ചോദ്യം 7. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ, മോശയും ഏലീഷായും. ബി, പത്രോസും യോഹന്നാനും. സി, മോശയും ഏലിയായും. ഉത്തരം ഓപ്ഷൻ സി, മോശയും ഏലിയായും. ചോദ്യം 8. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നിഗൂഢമായിരുന്നത് എന്താണ്? ഓപ്ഷൻ എ, പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനം. ബി, പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനം. സി, നല്ല സമരിയാക്കാരന്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ എ, പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനം. ചോദ്യം 9. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻ എ, എന്നെ സ്വീകരിക്കുന്നവൻ. ബി, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നവൻ. സി, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ. ഉത്തരം ഓപ്ഷൻ സി, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ. ചോദ്യം 10. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, പത്രോസ്. ബി, യോഹന്നാൻ. സി, യാക്കോബ്. ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ചോദ്യം 11. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു എവിടേക്ക് പോകാനാണ് തീരുമാനിച്ചത്? ഓപ്ഷൻ എ, ജെറുസലേമിലേക്ക്. ബി, ബേത്സൈദയിലേക്ക്.
സി കഫർനാമിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ ജെറുസലേമിലേക്ക്. ചോദ്യം 12. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻ എ പത്രോസ്, ബി യാക്കോബ്, സി യാക്കോബും യോഹന്നാനും. ഉത്തരം ഓപ്ഷൻ സി യാക്കോബും യോഹന്നാനും. ചോദ്യം 13. ആര് സ്വർഗരാജ്യത്തിന് യോഗ്യരല്ലെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ എന്നെ അനുഗമിക്കാത്തവൻ, ബി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ, സി ആത്മാവിൽ വീണ്ടും ജനിക്കാത്തവർ. ഉത്തരം ഓപ്ഷൻ ബി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവർ. ചോദ്യം 14. യേശുവിന്റെ പ്രവൃത്തികൾ കേട്ട് പരിഭ്രാന്തനായത് ആരാണ്? ഓപ്ഷൻ എ പ്രധാനാചാര്യൻ, ബി ഫരിസേയരും നിയമജ്ഞരും, സി ഹെറോദേസ് രാജാവ്. ഉത്തരം ഓപ്ഷൻ സി ഹെറോദേസ് രാജാവ്. ചോദ്യം 15. യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത് ഏത് പട്ടണത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ബേത്സൈദ, ബി ജെറീക്കോ, സി നായിൻ. ഉത്തരം ഓപ്ഷൻ എ ബേത്സൈദ. ചോദ്യം 16. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഓപ്ഷൻ എ അവൻ യഹൂദനായതുകൊണ്ട്, ബി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്, സി അവർക്ക് ഭയമായിരുന്നതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ചോദ്യം 17. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ ലൂക്ക 9:25, ബി ലൂക്ക 9:28, സി ലൂക്ക 9:31. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 9:25. ചോദ്യം 18. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയായും എങ്ങനെയാണ് കാണപ്പെട്ടത്? ഓപ്ഷൻ എ തേജസ്സോടെ കാണപ്പെട്ടു, ബി വെണ്മയോടെ കാണപ്പെട്ടു, സി മഹത്വത്തോടെ കാണപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ സി മഹത്വത്തോടെ കാണപ്പെട്ടു. ചോദ്യം 19. യേശു തനിക്ക് മുമ്പേ അയച്ച ദൂതന്മാർ അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ പ്രവേശിച്ചത് ആരുടെ ഗ്രാമത്തിലാണ്? ഓപ്ഷൻ എ സമരിയാക്കാരുടെ, ബി ഫിലിസ്തീരുടെ, സി സീദോന്യരുടെ. ഉത്തരം ഓപ്ഷൻ എ സമരിയാക്കാരുടെ. ചോദ്യം 20. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യം എന്തു ചെയ്യണമെന്നാണ് യേശു കൽപ്പിച്ചത്? ഓപ്ഷൻ എ ആ വീട്ടുകാരെ അനുഗ്രഹിക്കണം, ബി അവർക്ക് സമാധാനം ആശംസിക്കണം, സി ഈ വീടിന് സമാധാനം എന്നാശംസിക്കണം. ഉത്തരം ഓപ്ഷൻ സി ഈ വീടിന് സമാധാനം എന്നാശംസിക്കണം. ചോദ്യം 21. വിധി ദിനത്തിൽ ടൈറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കുമെന്ന് ഈശോ പറയുന്നത് ഏത് നഗരങ്ങളെ പറ്റിയാണ്? ഓപ്ഷൻ എ കൊറാസീൻ, ബേത്സൈദ, കഫർനാം, ബി കൊറാസീൻ, ബേത്സൈദ, സി സോദോം ഗമോറ. ഉത്തരം ഓപ്ഷൻ ബി കൊറാസീൻ, ബേത്സൈദ. ചോദ്യം 22. നീ പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്ന് ഈശോ പറയുന്നത് ഏതു നഗരത്തെ പറ്റിയാണ്? ഓപ്ഷൻ എ ബേത്സൈദ, ബി കൊറാസീൻ, സി കഫർനാം. ഉത്തരം ഓപ്ഷൻ സി കഫർനാം. ചോദ്യം 23. കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ 12 ശിഷ്യന്മാർ, ബി 72 ശിഷ്യന്മാർ, സി യാക്കോബും യോഹന്നാനും. ഉത്തരം ഓപ്ഷൻ ബി 72 ശിഷ്യന്മാർ. ചോദ്യം 24. സാത്താൻ സ്വർഗത്തിൽ നിന്ന് എങ്ങനെ നിപതിക്കുന്നത് ഞാൻ കണ്ടുവെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ ഇടിമിന്നൽ പോലെ, ബി കൊടുങ്കാറ്റ് പോലെ, സി പേമാരി പോലെ. ഉത്തരം ഓപ്ഷൻ എ ഇടിമിന്നൽ പോലെ. ചോദ്യം 25.
നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ഒരു ഫരിസേയൻ. ബി, ശിഷ്യന്മാരിൽ ഒരുവൻ. സി, ഒരു നിയമജ്ഞൻ. ഉത്തരം ഓപ്ഷൻ സി, ഒരു നിയമജ്ഞൻ. ചോദ്യം 26. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചതെന്ന യേശുവിന്റെ ചോദ്യത്തിന് നിയമജ്ഞൻ നൽകിയ മറുപടി എന്താണ്? ഓപ്ഷൻ എ, സമരിയാക്കാരൻ. ബി, അവനോട് കരുണ കാണിച്ചവൻ. സി, അവനെ ശുശ്രൂഷിച്ചവൻ. ഉത്തരം ഓപ്ഷൻ ബി, അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം 27. ഊമൻ സംസാരിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ, യേശു സ്പർശിച്ചപ്പോൾ. ബി, യേശു പിശാചിനെ ശകാരിച്ചപ്പോൾ. സി, പിശാച് പുറത്തു പോയപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി, പിശാച് പുറത്തു പോയപ്പോൾ. ചോദ്യം 28. യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, ശിഷ്യന്മാരിൽ ഒരുവൻ. ബി, പത്രോസ്. സി, യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യന്മാരിൽ ഒരുവൻ. ചോദ്യം 29. ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? ഓപ്ഷൻ എ, ഒരിടത്ത് തനിച്ചിരിക്കുകയായിരുന്നു. ബി, ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സി, ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം 30. പൂരിപ്പിക്കുക. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ഡാഷ് നൽകുകയില്ല? ഓപ്ഷൻ എ, ആത്മാവിനെ. ബി, വരദാനങ്ങൾ. സി, പരിശുദ്ധാത്മാവിനെ. ഉത്തരം ഓപ്ഷൻ സി, പരിശുദ്ധാത്മാവിനെ. ചോദ്യം 31. യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാണെന്നാണ് ജനങ്ങൾ പറഞ്ഞത്? ഓപ്ഷൻ എ, ബെൽസെബൂലിനെ കൊണ്ട്. ബി, ബെലിയാലിനെ കൊണ്ട്. സി, മാമോനെ കൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ, ബെൽസെബൂലിനെ കൊണ്ട്. ചോദ്യം 32. സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ട ജനങ്ങളോട് എങ്ങനെയുള്ള രാജ്യം നശിച്ചു പോകുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, ശക്തനായ രാജാവില്ലാത്ത രാജ്യം. ബി, സൈനിക ബലമില്ലാത്ത രാജ്യം. സി, അന്തഛിദ്രമുള്ള രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, അന്തഛിദ്രമുള്ള രാജ്യം. ചോദ്യം 33. ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, അത്യുന്നതന്റെ ശക്തി കൊണ്ട്. ബി, ദൈവകരം കൊണ്ട്. സി, ആത്മാവിന്റെ ശക്തി കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, ദൈവകരം കൊണ്ട്. ചോദ്യം 34. ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ, അവർ അവനിൽ വിശ്വസിക്കാതിരുന്നതിനാൽ. ബി, അവർ അനുതപിക്കാതിരുന്നത് കൊണ്ട്. സി, അവർ അടയാളം അന്വേഷിച്ചതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി, അവർ അടയാളം അന്വേഷിച്ചതുകൊണ്ട്. ചോദ്യം 35. വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ, ദക്ഷിണദേശത്തെ രാജ്ഞിയും നിനിവെ നിവാസികളും. ബി, സോതോമിലെയും ഗമോറയിലെയും ജനങ്ങൾ. സി, യോനായും നിനിവെ നിവാസികളും. ഉത്തരം ഓപ്ഷൻ എ, ദക്ഷിണദേശത്തെ രാജ്ഞിയും നിനിവെ നിവാസികളും. ചോദ്യം 36. നിങ്ങൾ എന്ത് അവഗണിച്ചു കളയുന്നുവെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഓപ്ഷൻ എ, ദരിദ്രരുടെ രോദനം. ബി, വിധവയുടെ കണ്ണുനീർ. സി, ദൈവത്തിന്റെ നീതിയും സ്നേഹവും. ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിന്റെ നീതിയും സ്നേഹവും. ചോദ്യം 37. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, നിയമജ്ഞരിൽ ഒരാൾ. ബി, ഒരു ഫരിസേയൻ. സി, ജനപ്രമാണികളിൽ ഒരാൾ. ഉത്തരം ഓപ്ഷൻ എ, നിയമജ്ഞരിൽ ഒരാൾ. ചോദ്യം 38. നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നുവെന്ന് യേശു പറഞ്ഞത് ആരോടാണ്?
ഓപ്ഷൻ എ സദൂക്കായരോട്, ബി നിയമജ്ഞരോട്, സി ഫരിസേയരോട്. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരോട്. ചോദ്യം 39. ഫരിസേയരുടെ എന്തിനെ സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻ എ കാപട്യമാകുന്ന പുളിപ്പിനെ, ബി ദുഷ്ടതയെ, സി അധികാരഭ്രമത്തെ. ഉത്തരം ഓപ്ഷൻ എ കാപട്യമാകുന്ന പുളിപ്പിനെ. ചോദ്യം 40. പൂരിപ്പിക്കുക. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഡാഷ് ഇൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഓപ്ഷൻ എ ശരീരത്തെ നശിപ്പിക്കുന്നതിൽ, ബി ജീവൻ എടുക്കുന്നതിൽ, സി ശരീരത്തെ കൊല്ലുന്നതിൽ. ഉത്തരം ഓപ്ഷൻ സി ശരീരത്തെ കൊല്ലുന്നതിൽ. ചോദ്യം 41. എന്തിനേക്കാൾ വിലയുള്ളവരാണ് നിങ്ങളെന്നാണ് യേശു ജനങ്ങളോട് പറഞ്ഞത്? ഓപ്ഷൻ എ സ്വർണത്തെയും വെള്ളിയെയും കാൾ, ബി അനേകം കുരുവികളെയും പക്ഷികളെയും കാൾ, സി അനേകം സ്വർണ്ണ നാണയങ്ങളെക്കാൾ. ഉത്തരം ഓപ്ഷൻ ബി അനേകം കുരുവികളെയും പക്ഷികളെയും കാൾ. ചോദ്യം 42. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ആരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപിൽ, ബി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ, സി പിതാവിന്റെ മുമ്പിൽ. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 43. ആരോട് ക്ഷമിക്കപ്പെടുമെന്നും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നുമാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട്, ബി മനുഷ്യപുത്രനെതിരെ ദൂഷണം പറയുന്നവനോട്, സി മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനോട്. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട്. ചോദ്യം 44. മനുഷ്യജീവിതം ധന്യമാകുന്നത് എന്തുകൊണ്ടല്ല എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ സ്ഥാനമാനങ്ങൾ, ബി അധികാരം, സി സമ്പത്ത്. ഉത്തരം ഓപ്ഷൻ സി സമ്പത്ത്. ചോദ്യം 45. ഭക്ഷണത്തെക്കാളുപരി എന്താണെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ ജീവൻ, ബി വിശപ്പ്, സി ആരോഗ്യം. ഉത്തരം ഓപ്ഷൻ എ ജീവൻ. ചോദ്യം 46. സോളമൻ പോലും അവന്റെ സർവ്വമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് യേശു പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഓപ്ഷൻ എ വയലിലെ പുഷ്പങ്ങളെ പറ്റി, ബി ലില്ലികളെ പറ്റി, സി ആകാശത്തിലെ പറവകളെ പറ്റി. ഉത്തരം ഓപ്ഷൻ ബി ലില്ലികളെ പറ്റി. ചോദ്യം 47. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിച്ച് ആകുലചിത്തരാകുന്നത് ആരാണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ പാപികൾ, ബി ജഡിക മനുഷ്യർ, സി ഈ ലോകത്തിന്റെ ജനതകൾ. ഉത്തരം ഓപ്ഷൻ സി ഈ ലോകത്തിന്റെ ജനതകൾ. ചോദ്യം 48. നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻ എ പത്രോസ്, ബി യാക്കോബ്, സി ശിഷ്യന്മാരിലൊരുവൻ. ഉത്തരം ഓപ്ഷൻ എ പത്രോസ്. ചോദ്യം 49. എന്ത് നിവൃത്തിയാകുവോളം ഞാൻ വളരെയധികം ഞെരുങ്ങുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ താൻ പൂർത്തിയാക്കേണ്ട ബലി, ബി താൻ സ്വീകരിക്കേണ്ട സ്നാനം, സി പിതാവിന്റെ ഇഷ്ടം. ഉത്തരം ഓപ്ഷൻ ബി താൻ സ്വീകരിക്കേണ്ട സ്നാനം. ചോദ്യം 50. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ കഠിനമായി പ്രഹരിക്കപ്പെടും, ബി അന്ധകാരത്തിലേക്ക് തള്ളപ്പെടും, സി അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ എ കഠിനമായി പ്രഹരിക്കപ്പെടും. ചോദ്യം 51. പൂരിപ്പിക്കുക. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഡാഷ് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ കാലത്തിന്റെ അടയാളങ്ങൾ, ബി ഈ കാലത്തെ, സി ഇന്നിന്റെ അടയാളങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ഈ കാലത്തെ. ചോദ്യം 52. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? ഓപ്ഷൻ എ പീലാത്തോസ്, ബി ഹെറോദേസ്, സി അർക്കലാവോസ്. ഉത്തരം ഓപ്ഷൻ എ
പീലാത്തോസ്. ചോദ്യം 53. യേശു സുഖപ്പെടുത്തിയ കൂനുള്ള സ്ത്രീ രോഗിണിയായിട്ട് എത്ര വർഷമായിരുന്നു? ഓപ്ഷൻ എ 10 വർഷം, ബി 16 വർഷം, സി 18 വർഷം. ഉത്തരം ഓപ്ഷൻ സി 18 വർഷം. ചോദ്യം 54. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ പ്രധാനാചാര്യൻ, ബി സിനഗോഗ് അധികാരി, സി ഫരിസേയരിലൊരുവൻ. ഉത്തരം ഓപ്ഷൻ ബി സിനഗോഗ് അധികാരി. ചോദ്യം 55. യേശു ദൈവരാജ്യത്തെ ഉപമിച്ചത് എന്തിനോടാണ്? ഓപ്ഷൻ എ മുന്തിരിവള്ളിയും ശാഖകളും, ബി വിളഞ്ഞു പാകമായ വയൽ, സി കടുകുമണിയും പുളിമാവും. ഉത്തരം ഓപ്ഷൻ സി കടുകുമണിയും പുളിമാവും. ചോദ്യം 56. ഒരുവൻ യേശുവിനോട്, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു എവിടേക്ക് പോവുകയായിരുന്നു? ഓപ്ഷൻ എ കഫർനാമിലേക്ക്, ബി ജെറുസലേമിലേക്ക്, സി ജെറീക്കോയിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേമിലേക്ക്. ചോദ്യം 57. കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് എന്തു ചെയ്യുമെന്നാണ് യേശു ജനങ്ങളോട് പറഞ്ഞത്? ഓപ്ഷൻ എ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും, ബി നിങ്ങളെ കുറ്റം വിധിക്കും, സി നിങ്ങൾക്കെതിരെ മുറവിളി കൂട്ടും. ഉത്തരം ഓപ്ഷൻ എ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ചോദ്യം 58. ഹേറോദേസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ സിനഗോഗ് അധികാരി, ബി ചില ഫരിസേയർ, സി ശിഷ്യന്മാരിലൊരുവൻ. ഉത്തരം ഓപ്ഷൻ ബി ചില ഫരിസേയർ. ചോദ്യം 59. യേശു കുറുക്കൻ എന്ന് വിളിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഹേറോദേസിനെ, ബി പീലാത്തോസിനെ, സി സീസറിനെ. ഉത്തരം ഓപ്ഷൻ എ ഹേറോദേസിനെ. ചോദ്യം 60. എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ലെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ ജെറുസലേമിൽ വെച്ച്, ബി യൂദയായിൽ വെച്ച്, സി ജെറുസലേമിന് പുറത്തു വെച്ച്. ഉത്തരം ഓപ്ഷൻ സി ജെറുസലേമിന് പുറത്തു വെച്ച്. ചോദ്യം 61. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന് യേശു വിളിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ജെറുസലേമിനെ, ബി ഇസ്രായേലിനെ, സി യൂദയായെ. ഉത്തരം ഓപ്ഷൻ എ ജെറുസലേമിനെ. ചോദ്യം 62. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ രക്തസ്രാവക്കാരി സ്ത്രീയോട്, ബി കൂനുള്ള സ്ത്രീയോട്, സി പത്രോസിന്റെ അമ്മായിയമ്മയോട്. ഉത്തരം ഓപ്ഷൻ ബി കൂനുള്ള സ്ത്രീയോട്. ചോദ്യം 63. യേശു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് സുഖപ്പെടുത്തിയത് ആരെയാണ്? ഓപ്ഷൻ എ കൈ ശോഷിച്ചവനെ, ബി കൂനുള്ള സ്ത്രീയെ, സി മഹോദര രോഗിയെ. ഉത്തരം ഓപ്ഷൻ സി മഹോദര രോഗിയെ. ചോദ്യം 64. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചത് ആരോടാണ്? ഓപ്ഷൻ എ ജനപ്രമാണികളോടും നിയമജ്ഞരോടും, ബി നിയമജ്ഞരോടും ഫരിസേയരോടും, സി ജനക്കൂട്ടത്തോട്. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരോടും ഫരിസേയരോടും. ചോദ്യം 65. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചപ്പോൾ നിയമജ്ഞരും ഫരിസേയരും എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ യേശുവിനെതിരെ പിറുപിറുത്തു, ബി അല്ല എന്ന് മറുപടി പറഞ്ഞു, സി നിശബ്ദരായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി നിശബ്ദരായിരുന്നു. ചോദ്യം 66. സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചത് ആരെ സുഖപ്പെടുത്തിയതിനു ശേഷമാണ്? ഓപ്ഷൻ എ തളർവാദ രോഗിയെ, ബി മഹോദര രോഗിയെ, സി കൂനുള്ള സ്ത്രീയെ. ഉത്തരം ഓപ്ഷൻ ബി മഹോദര രോഗിയെ. ചോദ്യം 67. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ ലൂക്ക 14:11,
ബി ലൂക്ക 14:18, സി ലൂക്ക 14:25. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 14:11. ചോദ്യം 68. സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എന്തിന് സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ, ബി നിത്യജീവൻ പ്രാപിക്കാൻ, സി എൻ്റെ ശിഷ്യനായിരിക്കുവാൻ. ഉത്തരം ഓപ്ഷൻ സി എൻ്റെ ശിഷ്യനായിരിക്കുവാൻ. ചോദ്യം 69. എന്തു ചെയ്യാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ സ്വജീവനെ തന്നെയും വെറുക്കാതെ, ബി സ്വന്തം കുരിശ് വഹിക്കാതെ, സി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം കുരിശ് വഹിക്കാതെ. ചോദ്യം 70. എന്തു ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പീലാത്തോസ് വധിച്ച ഗലീലിയക്കാരെ പോലെ നശിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ അനുതപിക്കുന്നില്ലെങ്കിൽ, ബി പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നില്ലെങ്കിൽ, സി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. ഉത്തരം ഓപ്ഷൻ സി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 71. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ്? ഓപ്ഷൻ എ 10 പേർ, ബി 18 പേർ, സി 16 പേർ. ഉത്തരം ഓപ്ഷൻ ബി 18 പേർ. ചോദ്യം 72. യേശു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ സിനഗോഗിൽ, ബി ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ, സി ജെറുസലേമിലേക്ക് പോകുന്ന വഴി. ഉത്തരം ഓപ്ഷൻ എ സിനഗോഗിൽ. ചോദ്യം 73. നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് യേശു ചോദിച്ചത് ആരെ സുഖപ്പെടുത്തിയതിനു ശേഷമാണ്? ഓപ്ഷൻ എ മഹോദര രോഗിയെ, ബി കൂനുള്ള സ്ത്രീയെ, സി കൈ ശോഷിച്ചവനെ. ഉത്തരം ഓപ്ഷൻ ബി കൂനുള്ള സ്ത്രീയെ. ചോദ്യം 74. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകൾ എന്ന് യേശു പറഞ്ഞത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ മഗ്ദലേന മറിയം, ബി രക്തസ്രാവക്കാരി സ്ത്രീ, സി കൂനുള്ള സ്ത്രീ. ഉത്തരം ഓപ്ഷൻ സി കൂനുള്ള സ്ത്രീ. ചോദ്യം 75. പൂരിപ്പിക്കുക. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഡാഷ് പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഓപ്ഷൻ എ അനീതി, ബി തിന്മ, സി ദുഷ്ടത. ഉത്തരം ഓപ്ഷൻ എ അനീതി. ചോദ്യം 76. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 എത്ര ഉപമകളാണുള്ളത്? ഓപ്ഷൻ എ 4 ഉപമകൾ, ബി 2 ഉപമകൾ, സി 3 ഉപമകൾ. ഉത്തരം ഓപ്ഷൻ സി 3 ഉപമകൾ. ചോദ്യം 77. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 ആദ്യത്തെ ഉപമ ഏതാണ്? ഓപ്ഷൻ എ കാണാതായ നാണയത്തിന്റെ ഉപമ, ബി കാണാതായ ആടിന്റെ ഉപമ, സി ധൂർത്തപുത്രന്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ ബി കാണാതായ ആടിന്റെ ഉപമ. ചോദ്യം 78. കാണാതായ ആടിന്റെ ഉപമ പറയുന്നതിന് മുൻപ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് ആരാണ്? ഓപ്ഷൻ എ ഫരിസേയരും സദൂക്കായരും, ബി നിയമജ്ഞരും ജനപ്രമാണികളും, സി ചുങ്കക്കാരും പാപികളും. ഉത്തരം ഓപ്ഷൻ സി ചുങ്കക്കാരും പാപികളും. ചോദ്യം 79. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവെന്ന് യേശുവിനെതിരെ പിറുപിറുത്തത് ആരാണ്? ഓപ്ഷൻ എ ഫരിസേയരും നിയമജ്ഞരും, ബി യേശുവിന്റെ ശിഷ്യന്മാർ, സി ജനപ്രമാണികളും നിയമജ്ഞരും. ഉത്തരം ഓപ്ഷൻ എ ഫരിസേയരും നിയമജ്ഞരും. ചോദ്യം 80. ആരെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ പശ്ചാത്തപിക്കുന്ന പാപിയെക്കുറിച്ച്, ബി അനുതപിക്കുന്ന പാപിയെക്കുറിച്ച്, സി അനേകം നീതിമാന്മാരെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി അനുതപിക്കുന്ന പാപിയെക്കുറിച്ച്. ചോദ്യം 81. എന്ത് ആവശ്യമില്ലാത്ത നീതിമാന്മാരെന്നാണ് കാണാതായ ആടിന്റെ ഉപമയിൽ യേശു പറയുന്നത്? ഓപ്ഷൻ എ പശ്ചാത്താപം, ബി രക്ഷ, സി അനുതാപം. ഉത്തരം ഓപ്ഷൻ സി അനുതാപം.
ചോദ്യം 82. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് കാണാതായ ആടിന്റെ ഉപമയിൽ യേശു പറയുന്നത്? ഓപ്ഷൻ എ, ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ബി, സ്വർഗത്തിൽ. സി, ദൈവസന്നിധിയിൽ. ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. ചോദ്യം 83. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 രണ്ടാമത്തെ ഉപമ ഏതാണ്? ഓപ്ഷൻ എ, കാണാതായ നാണയത്തിന്റെ ഉപമ. ബി, കാണാതായ ആടിന്റെ ഉപമ. സി, ധൂർത്തപുത്രന്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ എ, കാണാതായ നാണയത്തിന്റെ ഉപമ. ചോദ്യം 84. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് കാണാതായ നാണയത്തിന്റെ ഉപമയിൽ യേശു പറയുന്നത്? ഓപ്ഷൻ എ, ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ബി, സ്വർഗത്തിൽ. സി, ദൈവസന്നിധിയിൽ. ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 85. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15 അവസാനത്തെ ഉപമ ഏതാണ്? ഓപ്ഷൻ എ, കാണാതായ നാണയത്തിന്റെ ഉപമ. ബി, കാണാതായ ആടിന്റെ ഉപമ. സി, ധൂർത്തപുത്രന്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ സി, ധൂർത്തപുത്രന്റെ ഉപമ. ചോദ്യം 86. നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തിനാണ്? ഓപ്ഷൻ എ, അനുതപിച്ച് പാപം വെടിഞ്ഞതിനാൽ. ബി, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ. സി, കടക്കാരോട് അനുകമ്പ കാണിച്ചതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ. ചോദ്യം 87. തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, അന്ധകാരത്തിന്റെ മക്കൾ. ബി, ജഡികലോകത്തിന്റെ മക്കൾ. സി, ഈ യുഗത്തിന്റെ മക്കൾ. ഉത്തരം ഓപ്ഷൻ സി, ഈ യുഗത്തിന്റെ മക്കൾ. ചോദ്യം 88. എന്തുപയോഗിച്ച് സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, അധാർമിക സമ്പത്ത് കൊണ്ട്. ബി, ധാർമ്മിക സമ്പത്ത് കൊണ്ട്. സി, ഭൗതിക സമ്പത്ത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ, അധാർമിക സമ്പത്ത് കൊണ്ട്. ചോദ്യം 89. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ, ലൂക്ക 16:16. ബി, ലൂക്ക 16:10. സി, ലൂക്ക 16:25. ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക 16:10. ചോദ്യം 90. എന്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻ എ, അധാർമിക സമ്പത്തിന്റെ. ബി, ഭൗതിക സ്വത്തിന്റെ. സി, ധാർമ്മിക സമ്പത്തിന്റെ. ഉത്തരം ഓപ്ഷൻ എ, അധാർമിക സമ്പത്തിന്റെ. ചോദ്യം 91. പൂരിപ്പിക്കുക. മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ ഡാഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഓപ്ഷൻ എ, ശ്രദ്ധാലു അല്ലെങ്കിൽ. ബി, സത്യസന്ധരല്ലെങ്കിൽ. സി, വിശ്വസ്തരല്ലെങ്കിൽ. ഉത്തരം ഓപ്ഷൻ സി, വിശ്വസ്തരല്ലെങ്കിൽ. ചോദ്യം 92. പൂരിപ്പിക്കുക. ദൈവത്തെയും ഡാഷിനെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓപ്ഷൻ എ, മാമോനെയും. ബി, ധനത്തെയും. സി, സമ്പത്തിനെയും. ഉത്തരം ഓപ്ഷൻ ബി, ധനത്തെയും. ചോദ്യം 93. പൂരിപ്പിക്കുക. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം ഡാഷ് അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഓപ്ഷൻ എ, നിങ്ങളുടെ പ്രവൃത്തികൾ. ബി, നിങ്ങളുടെ കാപട്യം. സി, നിങ്ങളുടെ ഹൃദയങ്ങളെ. ഉത്തരം ഓപ്ഷൻ സി, നിങ്ങളുടെ ഹൃദയങ്ങളെ. ചോദ്യം 94. നിയമവും പ്രവാചകന്മാരും ആരുവരെ ആയിരുന്നുവെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ, ഏലിയ വരെ. ബി, യോഹന്നാൻ വരെ. സി, മനുഷ്യപുത്രൻ വരെ. ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ വരെ. ചോദ്യം 95. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ, ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ബി, ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. സി, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്.
ഉത്തരം ഓപ്ഷൻ എ, ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ചോദ്യം 96. എന്ത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, അധികാരം, ബി, പണം, സി, അധാർമിക സമ്പത്ത്. ഉത്തരം ഓപ്ഷൻ സി, അധാർമിക സമ്പത്ത്. ചോദ്യം 97. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു കൊള്ളാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, സ്നേഹിതരെ, ബി, ധാർമ്മിക മൂല്യങ്ങൾ, സി, സഹോദരരെ. ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിതരെ. ചോദ്യം 98. മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ഇത് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, ധൂർത്തപുത്രന്റെ പിതാവ്, ബി, അബ്രാഹം, സി, യേശു. ഉത്തരം ഓപ്ഷൻ ബി, അബ്രാഹം. ചോദ്യം 99. ലാസറിനെ എവിടേക്ക് അയക്കണമെന്നാണ് ധനവാൻ അബ്രാഹത്തോട് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ, എൻ്റെ സഹോദരരുടെ ഭവനങ്ങളിലേക്ക്, ബി, എൻ്റെ ഭവനത്തിലേക്ക്, സി, എൻ്റെ പിതൃഭവനത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി, എൻ്റെ പിതൃഭവനത്തിലേക്ക്. ചോദ്യം 100. ആര് പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹം ധനവാനോട് പറഞ്ഞത്? ഓപ്ഷൻ എ, മോശയും പ്രവാചകന്മാരും, ബി, നിയമവും പ്രവാചകന്മാരും, സി, പ്രവാചകന്മാർ. ഉത്തരം ഓപ്ഷൻ എ, മോശയും പ്രവാചകന്മാരും. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 25ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.